വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ട്രെൻഡ് ഇലക്ട്രോണിക്സ്. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു 2.1 ആംപ്ലിഫയർ ആണ്. ഈ 2.1 ആംപ്ലിഫയറിൽ 200+200 ചാനലും 350 വാട്ട്സിന്റെ സബും വരുന്ന ഒരു ആംപ്ലിഫയർ ആണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ആംപ്ലിഫയർ ചെയ്തിരിക്കുന്നത് ഒരു സിപ്പിന്റെ 10 ഇഞ്ച് ഗൂഫറിന് വേണ്ടിയും 1500 JBL കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ചേട്ടന്മാർ പറഞ്ഞ് കട്ട വെയിറ്റിംഗ് ആണ്, ഈ ഒരു വീഡിയോ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് വേണ്ടി ആ ഒരു വീഡിയോ കൂടെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കൂടെ ഇതിനകത്തുണ്ട്. വീഡിയോസ് കാണാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ എല്ലാത്തിലും പറയുന്ന കണക്ക് തന്നെ ഇതിലും പറയുന്നത് 2 കളർ വേരിയൻറ്റിലാണ് നമ്മൾ ഈ ഒരു പാനൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒന്ന് ഗ്ലോസിയും പിന്നെ ഒന്ന് മാറ്റ് ഫിനിഷിങ്. മാറ്റ് ഫിനിഷിൻ്റെയും ഗ്ലോസിയുടെ 2 കളർ വേരിയൻ്റാണ് നമ്മൾ ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ഇനി കൺട്രോളിങ് സെക്ഷനിലോട്ട് വരുവാണെങ്കിൽ എന്തൊക്കെയുണ്ടെന്ന് വെച്ചാൽ നമ്മളെ ഒരു വോളിയം കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. വോളിയം കൺട്രോളിൻ്റെ താഴെ പവർ സ്വിച്ച്, നമ്മൾ മാസ്റ്റർ വോളിയം അല്ല കൊടുത്തിരിക്കുന്ന വോളിയം കൺട്രോൾ, ചാനലിലെ ലെഫ്റ്റ് റൈറ്റിൻ്റെ വോളിയം കൺട്രോൾ ചെയ്യാനുള്ള കൺട്രോൾ. പിന്നെ കൊടുത്തിരിക്കുന്നത് ബാസ്, മിഡ്, ട്രിബിള്, ഫ്രീക്വൻസി, പിന്നെ സബിൻ്റെത് തൊട്ട് താഴെ തന്നെ നമ്മൾ USB സോക്കറ്റും കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിലും കൊടുക്കുന്ന ഈ ഒരു മെത്തേഡാണ്. അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു വ്യൂ മീറ്റർ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ G-Starന്റെ പകാരിയ ബ്ലൂടൂത്ത് പാനൽ, പകാരിയുടെ G-Starന്റെ വൈറ്റ് പാനലായിരുന്നു. അനൗൺസ്മെന്റ് ഇല്ലാത്ത ഒരു പാനലാണ് ഇത്, നിങ്ങൾക്ക് അറിയാമായിരിക്കും അത്. പിന്നെ നമ്മളെ ഷോപ്പിന്റെ ബ്രാൻഡ് നെയിം കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് റൈറ്റിങ്ങും കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ മെയിനായിട്ടൊരു മോഡൽ നമ്പറും കൂടെ കൊടുത്തിട്ടുണ്ട് നമ്മളെ ആംപ്ലിഫയറിന്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ആംപ്ലിഫയറിന്റെ മുൻവശത്തായിട്ട് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ഈ ഒരു ഫ്രണ്ട് പാനലിന്റെ ഡിസൈൻ ആയാലും എല്ലാം കസ്റ്റമേഡാണ്. കസ്റ്റമറിനെ ഇത് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്തിരിക്കുന്നത്. ഇപ്പം അത്യാവശ്യം കൂടുതൽ കസ്റ്റമേഴ്സും ചോയ്സ് ചെയ്യുന്നത്, അതായത് ചോദിക്കുന്നത് ഈ ഒരു ആംപ്ലിഫയറിന്റെ ഈ ഫ്രണ്ട് ലുക്ക് തന്നെയാണ് ചോദിക്കുന്നത്. ഈ ലുക്കിൽ കിട്ടുമോ എന്നാണ് ചോദിക്കുന്നത്. ഇതേ രീതിയിൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ ചെയ്തെടുത്തൊരു ആംപ്ലിഫയറാണ് ഇത്. ഒരു ആംപ്ലിഫയറിന്റെ ഇൻസൈഡിലോട്ട് വരുവാണെങ്കിൽ നമ്മൾ ഇൻസൈഡിലോട്ട് നമ്മൾ എല്ലാത്തിലും പറയുന്നത് പോലെ തന്നെ ഫസ്റ്റ് ഇതിന്റെ ട്രാൻസ്ഫോമറിനെ കുറിച്ച് തന്നെ പറയാം. ട്രാൻസ്ഫോമർ നമ്മൾ ചെയ്തിരിക്കുന്നത് 40-0-40 10 ആംപിയറിന്റെ ഒരു ടാപ്പിങ്ങും 27-0-27 10 ആംപിയറിന്റെ ഒരു ടാപ്പിങ്ങാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ 12-0-12ന്റെ ഒരു 3 ടാപ്പിങ്ങുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. 0-12ന്റെ ഒരു ടാപ്പിംഗ് എടുത്തിട്ടുണ്ട്. ഇത്രയും ടാപ്പിങ്ങാണ് നമ്മൾ ട്രാൻസ്ഫോമറിൽ എടുത്തിരിക്കുന്നത്. പിന്നെ കപ്പാസിറ്ററിലോട്ട് വരുവാണെങ്കിൽ 63 വോൾട്ടും 15,000ന്റെ 2 കപ്പാസിറ്ററുകൾ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. റീമിക്സിന്റെ 3510 ഡയോഡും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് ചാനലിലെ സെക്ഷനിലോട്ട് വരുവാണെങ്കിൽ 50 വോൾട്ടും 10,000ന്റെ 2 കപ്പാസിറ്ററാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതും മറ്റേ മെറ്റൽ ഡയോഡ് തന്നെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നീട് പറയാനാണെങ്കിൽ സബിൻ്റെ ബോർഡിലോട്ട് വരാം. സബിൻ്റെ ബോർഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന DTEC ഓഡിയൻസിൻ്റെ Extreme 400 എന്ന് പറഞ്ഞൊരു മോഡൽ സബ് വൂഫർ ബോർഡാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല 350 വാട്ട്സ് പക്ക RMS കിട്ടുന്ന ഒരു സബിൻ്റെ ബോർഡാണ്. നല്ല ഹെവി പഞ്ചും ഹെവി പെർഫോമൻസും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ചാനൽ സെക്ഷനിലോട്ട് വരുവാണെങ്കിൽ ചാനൽ നമ്മൾ ശക്തിയുടെ PCBക്കകത്ത് നമ്മൾ ട്രാൻസിസ്റ്ററുകൾ മാത്രം നമ്മൾ ചേഞ്ച് ചെയ്തെടുത്തിരിക്കുകയാണ്. ഈ ഒറിജിനൽ ട്രാൻസിസ്റ്റർ നമ്മൾ SDODCന്ന് ഓർഡർ ചെയ്ത് എടുത്തിരിക്കുന്ന ഒരു ട്രാൻസിസ്റ്ററാണ്. ഒറിജിനൽ ആയതുകൊണ്ട് തന്നെ അവരെ ഒറിജിനൽ പാർട്സ് ആയതുകൊണ്ടാണ് നമ്മൾ അവരെ ഓർഡർ ചെയ്തിരിക്കുന്നത്. എല്ലാം എന്ന് വെച്ചാൽ ബാക്കിയുള്ളവരെല്ലാം ഒറിജിനൽ അല്ല എന്നല്ല, ഇഷ്ടമുള്ള ഓരോരുത്തരുടെ ഒപ്പീനിയൻ. എന്തായാലും ഒറിജിനൽ PC കിട്ടിയാൽ മതി എവിടെ നിന്നായാലും. പിന്നീട് പറയുകയാണെങ്കിൽ സബ് ഫിൽറ്ററായിട്ട് യൂസ് ചെയ്തിരിക്കുന്നതും DTEC ഓഡിയൻസിൻ്റെ തന്നെ സബ് ഫിൽറ്ററാണ്. ഫ്രീക്വൻസി കൺട്രോൾ നമ്മൾ ഇവിടുന്ന് മാറ്റി നമ്മൾ മുൻവശത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ഒരു പഞ്ച് വരുന്നൊരു സബ് ഫിൽറ്റർ ബോർഡാണ് ഇത്. പിന്നെ ടോൺ കൺട്രോൾ സെക്ഷനിലോട്ട് വരുവാണെങ്കിൽ സൗണ്ട് ടോണിൻ്റെ ടോൺ കൺട്രോളാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. 3-way ടോൺ കൺട്രോളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത്യാവശ്യം ഈ ഒരു ബോക്സിന് നമ്മൾ ചെയ്തിരിക്കുന്ന ഈ സിപ്പിൻ്റെ ബോക്സിന് നല്ലൊരു ക്വാളിറ്റി കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. പിന്നീട് സിംഗിൾ സപ്ലൈ സെക്ഷനിലോട്ട് വരുവാണെങ്കിൽ ഈ ഡുവൽ സപ്ലൈ എടുത്തിരിക്കുന്നത് ടോൺ കൺട്രോൾ വർക്കിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് എടുത്തിരിക്കുന്നത്. പിന്നീട് ഒരു 12 വോൾട്ട് നമ്മൾ ഫാൻ കൊടുക്കാനും LED വേണ്ടിയും ഒരു സപ്ലൈ എടുത്തിട്ടുണ്ട്, സിംഗിൾ സപ്ലൈ. പിന്നീടുള്ളൊരു സപ്ലൈ ആണ് നമ്മൾ വ്യൂ മീറ്റർ കൊടുക്കാൻ വേണ്ടി ഒരെണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ USB പാനലിന് വേണ്ടി എടുത്തിട്ടുണ്ട്. ഇത്ര സപ്ലൈസാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ സോക്കറ്റ് എല്ലാം ബനാന സോക്കറ്റാണ്. സ്പീക്കർ സോക്കറ്റ് എല്ലാം ബനാന സോക്കറ്റായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. സ്പീക്കർ പ്രൊട്ടക്ഷനായിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് മെഗാടെക്കിൻ്റെ സ്പീക്കർ പ്രൊട്ടക്ഷനാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഒരു ആക്സ് ഔട്ട്, ആക്സ് ഇൻപുട്ട്, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആംപ്ലിഫയറിന്റെ ഇൻസൈഡിൽ നമ്മൾ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നീറ്റായിട്ട് വയറിങ് ചെയ്തു എന്ന് കരുതുന്നു. വിട്ടുപോയ ഒരു കാര്യമുണ്ട്. അതാണ്ടോ ഫാൻ ഹീറ്റ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഫാൻ ഓൺ ആവാൻ വേണ്ടിയുള്ളതാണ് ഒരു സർക്യൂട്ടാണ് ഇത്. ഇത് മാർക്കറ്റിലെല്ലാം അവൈലബിൾ ആയിട്ട് കിട്ടുന്ന ഒരു ഐറ്റമാണ്. അത് നമ്മൾ ഇതിനകത്ത് ഇൻബിൽഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ആംപ്ലിഫയറിന്റെ ഇൻസൈഡിലായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആംപ്ലിഫയറിൻ്റെ നല്ല അടിപൊളി ലുക്കും നല്ല ഫിനിഷിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുപോലൊപ്പം തന്നെ നല്ല വർക്കിങ്ങും ഉണ്ട്.
ട്രാൻസിസ്റ്ററുകളൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടത് കൊണ്ട് തന്നെ നല്ല പെർഫോമൻസ് ഉണ്ട്, അത് ക്വാളിറ്റി ഉണ്ട്, നല്ല ക്വാളിറ്റി ആയിട്ട് പാട്ട് കേൾക്കാം. അതോടൊപ്പം തന്നെ സബ്ബും നല്ല പഞ്ച് ബേസും പഞ്ചായിട്ടുള്ള ഇതെല്ലാം കിട്ടും. എന്നുവെച്ചാൽ ഓവർ വൈബ്രേഷൻ അല്ല, നല്ല സ്മൂത്ത് ബാസ് ഏതാണോ അത് നമുക്ക് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. അങ്ങനെ ചെയ്തെടുത്തൊരു ഹെവി ആയിട്ടുള്ളൊരു ആംപ്ലിഫയർ ആണ് ഇത്. ഈ ഒരു 2.1 ആംപ്ലിഫയറിന്റെ ഇന്റേണലി നമ്മൾ എന്തൊക്കെ പാർട്സുകൾ ഉപയോഗിച്ചിട്ടുണ്ടെന്ന്, ഏതൊക്കെ ബോർഡുകളാണ് ഉപയോഗിച്ചിരിക്കുന്നതിനുള്ള ഫുൾ ഡീറ്റെയിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണുന്നില്ലേ, വ്യക്തമായിട്ടുണ്ടല്ലോ. അപ്പോൾ യൂട്യൂബിൽ നിന്ന് കോളുകൾ വിളിക്കുന്നുണ്ട്, ഇഷ്ടംപോലെ വർക്കുകൾ വിളിക്കുന്നുണ്ട്. അപ്പം വിളിക്കുന്ന എല്ലാ കോളുകളും എനിക്ക് എടുക്കാൻ സാധിക്കുന്നില്ല. കാരണം ഒന്ന് നമ്മുടേതായ പേഴ്സണൽ ആയിട്ടുള്ള തിരക്ക്, പിന്നെ വർക്കിൻ്റെ പരമായിട്ടുള്ള തിരക്ക്. നമ്മൾ ആംപ്ലിഫയർ ചെക്ക് ചെയ്യുന്ന ടൈമിലാണെങ്കിൽ ഫോൺ വല്ലോടും ഇരിക്കുമായിരിക്കും, അപ്പോൾ ഒന്നും കോളുകൾ എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ മാക്സിമം നിങ്ങൾ വിളിച്ചിട്ട് എടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയച്ചിരുന്നാൽ മതി. അപ്പോൾ ആ വാട്സാപ്പിൽ മെസ്സേജ് ഞാൻ റിപ്ലൈ എന്നിട്ട് പിന്നീട് നമുക്ക് കോൾ ചെയ്ത് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാം. കാരണം ഇഷ്ടംപോലെ കോൾ വരുന്നുണ്ട്, അതിൽ ഏറ്റവും കൂടുതൽ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് വിളിക്കുന്നത്. അപ്പോൾ ഒട്ടും മിക്കതും ക്ലിയർ ചെയ്യുന്നുണ്ട്, പക്ഷേങ്കിലും കുറേ കോളുകൾ അറ്റൻഡ് ചെയ്യാനും പറ്റത്തില്ല, അല്ലെങ്കിൽ തിരിച്ച് വിളിക്കാനുള്ളൊരു സാഹചര്യം കിട്ടുന്നില്ല. അപ്പം അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ, വിളിച്ചിട്ട് എടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ വാട്സാപ്പിൽ ഒരു കമൻറ്റ് ഇടുക, ഒരു മെസ്സേജ് ഇടുക. മെസ്സേജ് വിളിച്ചിട്ട് എടുത്തില്ല, എന്താണ് ആവശ്യം, എങ്ങനെയാണ്, എന്തൊക്കെ വേണമെന്നുള്ള ഡീറ്റെയിൽസ് സംഭവം അതിൽ ഞാൻ പറയുന്നതായിരിക്കും. കാരണം ഫുൾ ടൈം ഫോൺ എൻ്റെ കയ്യിലുണ്ടെങ്കിലും എൻ്റെ അടുത്ത് തന്നെ ഉണ്ടെങ്കിലും പക്ഷെ എടുക്കാൻ പറ്റാത്ത സാഹചര്യമായിരിക്കും. ഇപ്പം ഷോപ്പിലാണെങ്കിലും ദൂരെ നിന്നൊക്കെ തിരക്കിയ ആൾക്കാർ നമ്മൾ ഷോപ്പിൽ വരുന്നുണ്ട്. അപ്പോൾ വരുമ്പോൾ അവരുമായിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കോളുകൾ വരുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കത്തതേ ഉള്ളൂ. പിന്നീട് ആ കോൾ കഴിഞ്ഞ് അടുത്ത വർക്കിലെ തിരക്കിലോട്ട് പോകുമ്പോഴത്തേക്ക് എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വിളിച്ചെടുത്തില്ലെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക. ആംപ്ലിഫയറിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളെ വിലയേറിയ കമൻറ്റ് എന്താണ്, നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ ഒരു ആംപ്ലിഫയറിനെ കുറിച്ച് എന്നുള്ളതും കൂടെ നമ്മളെ കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. സീ യു.